എല്ലാവർക്കും നമസ്കാരം. സ്തോത്ര ഭജൻസിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 5 പഠിച്ചു കഴിഞ്ഞു. മൂകാംബിക അഷ്ടകത്തിലെ 5 സ്റ്റാൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 6-ാമത്തെയാണ്. 6-ാമത്തെ സ്റ്റാൻസയിലെ വരികൾ ഇങ്ങനെയാണ്. യദദ്വൈതരൂപാത് പരബ്രഹ്മണസ്ത്വം യദദ്വൈതരൂപാത് പരബ്രഹ്മണസ്ത്വം സമൂർധാ പുനർവിശ്വലീലോദ്യമസ്തം സമൂർധാ പുനർവിശ്വലീലോദ്യമസ്തം തദാഹുർജനാസ്ത്വാം ഹി ഗൗരിം കുമാരിം തദാഹുർജനാസ്ത്വാം ഹി ഗൗരിം കുമാരിം നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. എല്ലാത്തിൻ്റെയും അദ്വൈത രൂപമായി, ഏകത്വമായി, പരബ്രഹ്മസ്വരൂപമായി നിലകൊള്ളുന്നവളും, ഒരു കളിയെന്ന പോലെ, ഒരു നാടകമെന്ന പോലെ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിച്ചവളും ആയ അമ്മയായിട്ടും കൂടി നിന്നെ ഭക്തർ ഇപ്പോഴും കുമാരി, ഗൗരി എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള കോലാപുരേശിയായ മഹാലക്ഷ്മിക്ക് നമസ്കാരം. നമുക്കിനി ഇത് ചൊല്ലി പഠിക്കാം. യദദ്വൈതരൂപാത് പരബ്രഹ്മണസ്ത്വം സമൂർധാ പുനർവിശ്വലീലോദ്യമസ്തം യദദ്വൈതരൂപാത് പരബ്രഹ്മണസ്ത്വം യദദ്വൈതരൂപാത് പരബ്രഹ്മണസ്ത്വം സമൂർധാ പുനർവിശ്വലീലോദ്യമസ്തം സമൂർധാ പുനർവിശ്വലീലോദ്യമസ്തം തദാഹുർജനാസ്ത്വാം ഹി ഗൗരിം കുമാരിം തദാഹുർജനാസ്ത്വാം ഹി ഗൗരിം കുമാരിം നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഇനി ഇത് ഈണത്തിൽ ചൊല്ലാം. യദദ്വൈതരൂപാത് പരബ്രഹ്മണസ്ത്വം സമൂർധാ പുനർവിശ്വലീലോദ്യമസ്തം തദാഹുർജനാസ്ത്വാം ഹി ഗൗരിം കുമാരിം നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. യദദ്വൈതരൂപാത് പരബ്രഹ്മണസ്ത്വം സമൂർധാ പുനർവിശ്വലീലോദ്യമസ്തം തദാഹുർജനാസ്ത്വാം ഹി ഗൗരിം കുമാരിം നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. എല്ലാവരും ഈ സ്റ്റാൻസയും വൃത്തിയായി പഠിച്ച് നമുക്ക് ഒന്നിച്ച് പാടേണ്ടതാണ് കേട്ടോ. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പഠിക്കണം. ഇനിയുള്ള സ്റ്റാൻസുകളും വൃത്തിയായി പഠിക്കണം. ഒരുമിച്ച് ഞാൻ ഏറ്റവും അവസാനം പാടിയിടാം. എല്ലാവർക്കും നന്ദി.